ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് AR. ഇന്ന് നമ്മൾ മണാലി വന്നിട്ട് 3rd ഡേ ആണ് കേട്ടോ. 3rd ഡേയിൽ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കുള്ളു ആണ്. അതായത് കുളു മണാലി ഇന്നലെ വിസിറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ കുള്ളു ആണ്. ആക്ച്വലി കുളു അല്ല പ്രൊനൗൺസിയേഷൻ, കുള്ളു എന്നാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കുള്ളുവിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നോയും കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസാണുള്ളത്. ആ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നതൊക്കെ കാണാമല്ലോ, പാരാഗ്ലൈഡിംഗ് ഒക്കെ കാണാം, നമ്മൾ ഇന്നലെയും കണ്ടിരുന്നു. അപ്പോൾ പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ ഹോട്ട് ഗ്യാസ് ബലൂൺസ് ഉണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇവിടെ കുളുവിൽ വരുന്നത് റിവർ റാഫ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ ബിയാസ് നദി എന്നും പറയും, ബിയാസ് നദിയിലൂടെ ഉള്ള റിവർ റാഫ്റ്റിംഗ് ആണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഹോട്ട് ഗ്യാസ് ബലൂൺ റൈഡ്. ഇതിൽ ഏകദേശം ഒരു 7-8 മിനിറ്റ്സ് ഇതിൻ്റെ ടൈമുണ്ട്. അതിന് സെറ്റായി റൈഡ് ചെയ്തിട്ട് തിരിച്ചെത്താൻ. ഇതാണ് ഗായ്സ് നമ്മുടെ ബിയാസ് നദിയിലൂടെ പോകുന്ന റിവർ റാഫ്റ്റിംഗ്. ആൻഡ് ഒരുപാട് റിവർ റാഫ്റ്റിംഗ് ബോട്ട്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇതൊരു 14 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എബോവ്, അങ്ങനെ ഓരോ കിലോമീറ്റേഴ്സ് അനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പെർ പേഴ്സൺ ചെറിയ കിലോമീറ്റേഴ്സ് ആണെങ്കിൽ 500 എബോവ് ആണ് വരുന്നത്. ഇനി 14 കിലോമീറ്റേഴ്സ് എബോവ് ആണെങ്കിൽ 1000-ൻ്റെ മുകളിലും വരുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ബോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ പേര് ഇതിനു വേണ്ടി ടിക്കറ്റ് എടുക്കാൻ ഇവിടെ വെയിറ്റിംഗ് ആയി നിൽക്കുന്നുണ്ട്. ഈ ഒരു റിവറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു റാഫ്റ്റിംഗ് ഏരിയാസ് കാണാം. നമുക്കിവിടെ കുറേ പേരും പാർക്കിംഗ് ഏരിയയൊക്കെ കാണാം. അവിടെ തന്നെ നമ്മുടെ ബോട്ടുകളും കാണാൻ സാധിക്കും. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് വേണ്ടി പോകുന്നത്. കുറേ ടൈപ്പ് ഓഫ് ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ഈ ബിയാസ് നദിയിലെ വെള്ളം അത്ര ക്ലീനൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ റിവറിൽ ഇറങ്ങിയിട്ടില്ല. ആൻഡ് ജസ്റ്റ് നമ്മൾ ആ വ്യൂസും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു വ്യൂ ആസ്വദിച്ച് കാറിലൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കേട്ടോ. ആൻഡ് നമ്മളിവിടെ റാഫ്റ്റിംഗ് പറ്റൂല, 500 പറ്റൂല. റാഫ്റ്റിങ്ങിൻ്റെ എൻഡിങ് പോയിന്റ് ആണത്. ഇവിടെയാണ് റാഫ്റ്റിംഗ് അവസാനിക്കുന്നത്. ഇറ്റ്സ് അറൗണ്ട് 9 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഹിമാചൽ പ്രദേശ് വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ബ്രിഡ്ജിൽ കയറണം, കുറേ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ ബ്രിഡ്ജിൽ കയറണമെന്ന്. ആ ആഗ്രഹം ഞാൻ സാധിച്ചു. ഇത് ബിയാസ് നദിയിലൂടെ ഉള്ളൊരു കുറുകെയുള്ളൊരു ബ്രിഡ്ജാണ്. ഇങ്ങനെ കുറേ ബ്രിഡ്ജസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം തൊട്ടപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിലേക്കുള്ള ഒരു വഴിയാണിത്. ഇവിടെ കുറേ ഗ്രാമങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിൽ നിന്നും പോകുന്ന ബ്രിഡ്ജസ്സാണ് ഇത്. നമ്മുടെ ഡ്രൈവർ റോക്കി ബായ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കി ബായുടെ വില്ലേജ് നമുക്ക് കാണിച്ചു തരാമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റിയില്ല. കാരണം നമ്മളൊരു ഷോൾ ഫാക്ടറിയും കൂടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ടൈം അതിനുള്ള കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വേഗം തന്നെ റൂമിൽ പോയിട്ട് വേണം. നമ്മുടെ ഇന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനുള്ള ബസ്സിൻ്റെ ടൈമൊക്കെ ആയി വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വേഗം തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ റൈഡ് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതിൽ കയറാനെന്നുള്ള ടൈം നമുക്കില്ലായിരുന്നു, പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം കിട്ടി. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്.
നോക്കണ്ട ആദ്യം. തീ എവിടെ കൺട്രോൾ ചെയ്തായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഡ്രൈവറുണ്ട്. എന്താ ഞാൻ ആ സമയം വെച്ച് പോന്നിട്ട് കറക്റ്റ് അടക്കുന്നോണ്ട് പാർട്ടിക്കും. ആലപ്പുഴ വിജയിക്കുന്നുണ്ട്. നിങ്ങൾ കാരണം മേടിച്ചു. അതാ ഞാൻ ആലോചിക്കണം, എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ എന്തെങ്കിലും തുടങ്ങിയാലോ അവിടെ. ആരാ ഗ്ലൈഡിങ് അമ്മേ വമ്മ ഫയർ ഗ്യാസ് ആയിരിക്കില്ല അത്. എന്തിയോ പൊന്തു. എത്ര ഗ്യാസ് വേണം ഒരു പ്രാവശ്യം ഫ്ലൈ ചെയ്യണമെങ്കിൽ? അങ്ങനെയാണ് കറക്റ്റ് അതിന് മുന്നിൽ കൊണ്ടിട്ട് ഇറങ്ങാറ്. 1 2 3 4 ഡ്രൈവർ അടക്കം 5 ആൾ കയറും കേട്ടോ. ടയറുണ്ടോ അതേ സ്ഥലത്ത് തന്നെ പിടിക്കാൻ? കുറച്ച് ഡേഞ്ചർ അല്ലേ? കുറച്ചല്ല, നല്ല ഡേഞ്ചർ. തീക്കളി ഒരോട്ട ആ സാധനം ഒഴിവാക്കേണ്ടി വരില്ലേ? സംഭവം തന്നെ. ആ തീയിൻ്റെ പവറിലൊക്കെ ഒരു ചിക്കനൊക്കെ നിമിഷ നേരം കൊണ്ട് വേവിച്ചെടുക്കുക. അതാ തീ കേട്ടോ. അതാണ് തള്ളുന്നത്. കുറച്ച് അറിയില്ല. കാറ്റിൻ്റെ ഓപ്പോസിറ്റ് പോവും. കിട്ടുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ? Mickey boy, how much for that ride? Right, ma'am, maybe 1500, 1200. കഴിഞ്ഞു. ആ അതിൻ്റെ അക്കൗണ്ട് എലിക്കാമുണ്ട് അവർ വീഡിയോ എടുക്കാൻ. അതാ അതാടി അതിനോട് വട്ടം ചുറ്റും നോക്ക്. ഇതാ പക്ഷെ അത് മറ്റേ ബലൂണിന്റെ മേലെ പോണ്ടായിരുന്നല്ലേ? 5 ഭാഗത്തൊന്നും പിടിക്കണല്ലേ? മേലെ പോയിട്ട് എന്താക്കുക? ഒന്നുമില്ല, ഇനി 5 കയറിട്ട് താഴേക്ക് വലിക്കും. ഞാൻ തിന്നാ ഫ്രാക്ചർ വീണാൽ പോലും പിന്നെ ആ സാധനം എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റും.
കാറ്റുപിടിക്കണത് ഞാനിപ്പോ സ്വന്തം കാറ്റിൽ പോവാല്ലേ. പക്ഷെ ഇത് ഷേപ്പ് പോയാൽ കഴിഞ്ഞിട്ടോ. ഈ കുത്തനൊക്കെ ചെരിഞ്ഞ പണി പാടി. കൺട്രോൾ ചെയ്യാനല്ലേ ഇവരേല് കയറി. അതായത് പെട്ടെന്ന് ഒരു എമർജൻസി ലോകമൊന്നും പോകാൻ പറ്റില്ല. ഇതിന്റെ ഒരു പ്രശ്നം അതാ, ഈ പറഞ്ഞ പോലെ പൊട്ടിയിട്ട് താഴ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. സേഫ്റ്റി ഇല്ലല്ലോ, മേലോട്ട് ഒരു പിടുത്തമില്ലല്ലോ. നീ ഉറങ്ങിയില്ലേ അപ്പൊക്കെ പോകും. വണ്ടി അതെ 4000 ഉണ്ട് പൊങ്കലിന്. 1000 റുപ്യല്ലേ ചെലവുണ്ടാവുള്ളൂ മാക്സിമം. ഓക്കെ ഭയ്യ. ഓക്കെ ടീക്ക്. ഓക്കെ ഭയ്യ. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. നമ്മളെ സ്കൂൾ ടൂർ പോണ കാര്യം പറയുന്നത്. നമ്മള് പോയ ടീച്ചർ അടിക്കുമോ നോക്കി പോണേ. അപ്പോൾ ഗായ്സ് നമ്മളിതാ മണാലിയോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ്. ഇങ്ങനത്തെ സിംഗ് ബസ്സുകളാണ് ഇവിടെ അധികം ഉണ്ടാവുക. ഇതാ ലഗേജ് കീപ്പ് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ലഗേജൊക്കെ അവർക്ക് കൊടുത്തു. അവരതെല്ലാം ഒതുക്കി പെറുക്കി വെച്ചു. നമ്മൾ ഇതാ നമ്മുടെ വണ്ടിയിലേക്ക് കയറാണ്. ഈ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് കുറച്ച് താഴ്ന്നിട്ടാണ്, നമ്മുടെ സീറ്റാണ് കുറച്ച് ഉയർന്ന നിലയിലുമാണ് ഉണ്ടാവുക. നമുക്ക് ഡൽഹിയിലെത്തിയിട്ട് കാണാം. ബൈ.